കാട് പ്രദേശങ്ങളിലേക്കാണ് വെള്ളം ഇനം തഴുതാമയുണ്ട്. പക്ഷെ അതിലാണ് ഗുണമുള്ളത്. ആയുർവേദപരമായിട്ട് ഗുണമുള്ളതൊക്കെ എല്ലാത്തിനും ബെറ്റർ അതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പരിപ്പ് കറിലൊക്കെ വയറിലൊക്കെ ചേർത്തൊക്കെ വയ്ക്കാം, തനിയും തോരൻ വയ്ക്കാം. ഇത് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇത് നമ്മൾ സാമ്പാറിൻ്റെ അകത്ത് ചേർത്ത് കഴിക്കാറുണ്ട്. അവിയലിലൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. പിന്നെ ഇത് ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അങ്ങനെ പലവിധ ഉള്ള ഗുണങ്ങളുള്ള ഒരു അപൂർവ ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചില പ്രയോജനകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വൃക്കയുടെയും ഹൃദയത്തിൻ്റെയും ധമനികളുടെയും പ്രവർത്തനമൊക്കെ മികച്ചതാക്കുമെന്നാണ് പറയുന്നത്. നിത്യവും നമ്മൾ ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിച്ചാൽ ഈ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ ചിലവരിത് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് മൂത്രം പോകാനൊക്കെ. അപ്പം കൂടാതെ തന്നെ ഇത് വേറെ പഴയ ആൾക്കാർ ഇത് പണ്ടുള്ളവർ ഇതിൻ്റെ മുഴുവനും സമൂലം എന്ന് പറയും, മൊത്തം ഈ തമിഴ്നാമ മൊത്തം വേരോട് വെച്ചിട്ട് നമ്മുടെ എണ്ണ കാച്ചി തലയിലും ശരീരത്തിലൊക്കെ തേക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ നീര് കുറയുന്ന പറയും. അങ്ങനെ ഒരു പ്രയോജനം കൂടി ഈ തഴുതാമയിലുണ്ട്. പിന്നെ ഇത് ആയുർവേദത്തിൽ പറയുന്ന ഈ തഴുതാമയില്ലാത്ത കഷായം ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമതൊക്കെ ഇതിപ്പോൾ പിങ്ക് കളറാണ് കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് പ്രധാന കാര്യം നമ്മളിത് തോരൻ വയ്ക്കാന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കും. ഫ്രിഡ്ജിൽ കൊണ്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാമെന്ന് പറയും. അങ്ങനെ യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാര്യം ഇതിൻ്റെ ഗുണം ഒട്ടും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് ഇത് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു രാസഘടകയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൂത്രം പോകാനായിട്ട് ബുദ്ധിമുട്ട് തന്നെ നമുക്ക് കല്ല് എന്തോ ഇരിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഈ അങ്ങനെ ഒരു തടസ്സങ്ങളുണ്ടെങ്കിൽ ഇത് മൂത്രം പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതെന്നാണ് അത് ഉണ്ടാകുന്ന പറയുന്നത്, തിളപ്പിച്ചതിൻ്റെ വെള്ളം കുടിക്കുകയാണെങ്കിൽ. പിന്നെ ഇത് ആയുർവേദത്തിൽ ഇതിൻ്റെ വേര് മൊത്തം എടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് കല്ലിൽ ചതച്ചിട്ട് ഇത് കാച്ചി പാലിൻ്റെ അകത്ത് കുടിക്കാറുണ്ടെന്ന് പറയും. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രത്തെ കല്ല് പോകാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറയുന്നത് ആയുർവേദത്തിൽ. അതപ്പോൾ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ കഴിക്കുന്നത്. പിന്നെ രണ്ടാമത് വരുമ്പോൾ ഇത് ഈ വെളുത്ത തഴുതാമയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ പിങ്ക് ആണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഈ ഇല കാണണമെന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത ഇലയാണ്. ഒരു ഇല ഇങ്ങനെ, ഒരു ഇല അപ്പുറത്തുമായിട്ട്, ഒരു ഇല വലുതും ഒരു ഇല ചെറുതുമാണ്. അപ്പോൾ ഈ തഴുതാമയെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ ഇതേപോലെ സസ്യം ഇങ്ങനെ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം, ഒരില ഉണ്ട്, ഒരില വലുതും ഒരില ഇപ്പുറത്തെ സൈഡിൽ ചെറുതുമാണ്. അങ്ങനെയാണ് തഴുതാമ അറിയണത്. അപ്പോൾ ഇതേപോലെയുള്ള സസ്യം വേറെടുത്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വെളുത്ത തഴുതാമയിൽ ഒരു ആൽക്കലയിൽ അടങ്ങിയിട്ടുണ്ട്. പുനർനവ്യ എന്ന് പറയുന്ന ഒരു ആൽക്കലയിനും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താ പ്രത്യേകത, കണ്ണിലെ രോഗത്തിന് ഇത് മികച്ചതാണെന്ന് പറയണം. ഈ ഇങ്ങനെ ഒരു ആൽക്കലി അടങ്ങിയ കാരണം അത് നമ്മുടെ കണ്ണിൽ ഇത് നീര് തേനിൽ ചാലിച്ച് ഇങ്ങനെ കണ്ണിൽ ഒഴിച്ചാൽ കണ്ണിലെ ചില പ്രശ്നങ്ങളൊക്കെ മാറുന്നു. അതുപോലെ നെയ്യും കൂടി ചേർത്ത് ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ ചേർത്തൊഴിച്ചാൽ പ്രശ്നം പരിഹരിക്കുന്ന കണ്ണിലെ രോഗങ്ങളെ പറയുന്നത് വെള്ള തഴുതാമയുടെ ഇങ്ങനെ അതിൻ്റെ നീരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറയുന്നതാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശം കൂടി വേണ്ട. അപ്പം നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടൊക്കെ ഉപയോഗങ്ങൾ വളരെ ശരീരത്തിൽ പ്രയോജനപ്പെടുന്നതാണ്. അത് നമ്മൾ ഡോക്ടറോടും കൂടി ചോദിച്ചിട്ട് ചെയ്യാവോ. അപ്പം അങ്ങനെ നമ്മൾ ഇത് തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് അത്യുത്തമം ഒരു ശരീരത്തിന് ആവശ്യമായ ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് നട്ടുവളർത്തേണ്ടതാണ്. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോ കാണും. തുടർന്ന് ഇത്തരം വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക്സ്.